കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവവചനത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ദൈവാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നു. നമ്മെ നവീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നു. ദൈവസന്നിധിയിൽ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എഴുതപ്പെട്ട വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എത്രേ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകട്ടെ. വചനത്തിന്റെ വെളിപ്പാട്, വചനത്തിന്റെ വ്യാഖ്യാനം ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. വചനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിലാണ് നമുക്ക് ലഭിക്കുന്നത്. വചനത്തെ വ്യാഖ്യാനിച്ച് നൽകുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉയരത്തിലെ ശക്തി ഈ മൺകൂടാരത്തിലേക്ക് ദൈവത്തിന്റെ കൃപയാൽ പകർന്നു നൽകുന്നു. ഈ മൺകൂടാരത്തിൽ ഉയരത്തിലെ ശക്തി പകരപ്പെടുമ്പോൾ ഈ ലോകത്തോടുള്ള അനുരൂപമാകുന്ന സകല പ്രവണതകളിൽ നിന്നും ദൈവത്തെങ്കിലേക്കുള്ള ആ വളർച്ചയിലേക്ക്, നിത്യതയിലേക്ക് അല്ലെങ്കിൽ നിത്യ കനാനിലേക്കുള്ള ആ വളർച്ചയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തതും ആരുടെയും കണ്ണ് കാണാത്തതും ആരുടെയും ചെവി കേൾക്കാത്തതുമായ നിത്യതയുടെ വചനങ്ങളെ, നിത്യജീവന്റെ മൊഴികളെ, ക്രിസ്തുയേശുവിലൂടെ പിതാവാം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതികളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് പകരുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പ്രധാനമായും ദൈവ വചനത്തെ ധ്യാനിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. നമ്മുടെ ബുദ്ധിമണ്ഡലം കൊണ്ട് ദൈവത്തെ കുറിച്ചൊരു പക്ഷേ നമുക്കറിയാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ ദൈവത്തെ അറിയുന്നത് അതിനപ്പുറത്തെ കാര്യമാണ്. ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് അത്യന്താപേക്ഷിതമാണ്. എഴുതപ്പെട്ട വചനത്തിലൂടെ നമുക്ക് ദൈവത്തെ കുറിച്ചറിയാൻ കഴിയും. എന്നാൽ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ, ദൈവവചന വ്യാഖ്യാനത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ദൈവത്തെ അറിയുകയാണ്. ദൈവത്തെ അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് സദാസമയവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വചനത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുക. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നാം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തോടു കൂടെ നാം നടക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കുന്നുവെങ്കിൽ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഇടയാകും. വഴി ഇതാകുന്നു എന്ന് പുറകിൽ നിന്ന് നിങ്ങൾ ഒരു ശബ്ദം കേൾക്കും എന്ന് വചനത്തിൽ നമ്മൾ കാണുക. അതെ, നമ്മെ ഗൈഡ് ചെയ്യുന്ന ശബ്ദം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലേക്ക് നൽകി തരും. നമ്മുടെ കാലിന് ദൈവത്തിന്റെ വചനം ദീപമായി, നമ്മുടെ പാതകൾക്ക് ദൈവത്തിന്റെ വചനം പ്രകാശമായി പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും നമ്മൾ ആത്മാവിൽ ജീവിപ്പാൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി ദൈവകൃപയിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഘടകമാണ്. ആരാധന അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചന ധ്യാനം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുന്നവർക്ക് ദൈവം ധാരാളമായ കൃപ എന്ത് ചെയ്യുന്നു, നൽകുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ദൈവസന്നിധിയിൽ താഴ്മപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവം കൃപ നൽകുന്നു. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു. കർത്താവിന്റെ വായിൽ നിന്ന് വന്ന നല്ല മൊഴി അവൾ എന്ത് ചെയ്തു, കേട്ടു. യേശുവിന്റെ പാദത്തിൽ ഇരുന്നാൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിനെ ചുറ്റിപ്പറ്റിയായിരുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാകുന്നു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പോൾ കർത്താവിനെ ചുറ്റിപ്പറ്റി നിന്നാൽ നമുക്കും
നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ കർത്താവിന്റെ ലാവണ്യ വാക്കുകളെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ ആ ദൈവത്തോടുള്ള ആ സാന്നിധ്യത്തിൽ നമുക്ക് ലയിച്ചു ചേരുവാനും നിത്യജീവന് നമുക്ക് ഒരുക്കപ്പെടുവാനും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവത്തിന്റെ ജനം ആത്മാവിൽ ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെ അന്ത്യോക്യ സഭയിൽ ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? അവിടെ ചിലരെ വേർതിരിച്ചെടുക്കുകയാണ്. കർത്താവിന് വേണ്ടി വേർതിരിച്ചെടുക്കുന്നു. ഒരു ദൈവസഭ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി ആത്മാവിന്റെ ഐക്യതയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുകയും അതിൽ നിന്ന് ചിലരെ ദൈവത്തിന്റെ വേലയ്ക്കായി വേർതിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ആയിരിക്കുന്ന ഒരു സഭ, ആ സഭയിലെ ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിച്ചെടുക്കും. അത് പരിശുദ്ധാത്മാവാണ്. ഒരു ശുശ്രൂഷക്കാരനല്ല ഒരു സഭയിലെ വിശ്വാസികളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടിയത്? വിളിച്ചു വേർതിരിക്കേണ്ടിയത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അറിയാം ആരെയാണ് ദൈവത്തിന്റെ വേലയിലേക്ക് വിളിച്ച് വേർപെടുത്തി എടുക്കേണ്ടത്. അപ്പോൾ സഭയുടെ പ്രാർത്ഥന, സഭയുടെ ഐകമത്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന, സഭയുടെ ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ ഒരു വലിയ പ്രവൃത്തി അവിടെ നടക്കും. പരിശുദ്ധാത്മാവോടെ വെളിപ്പെടുകയും ചിലരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? വേർപെടുത്തുകയും ചെയ്യും. അവിടെ വ്യക്തി ജീവിതങ്ങളുടെ പേരിനെ തന്നെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി പറയുകയാണ്. ഞാൻ എന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വെളിപ്പെടുന്നത്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരെ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. അപ്പോൾ ദൈവസഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ കടന്നു വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? തനിക്ക് വേണ്ടി വേർതിരിച്ച് ദൈവവേലയ്ക്കായി വിളിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടത്തെ വേലയിലേക്ക് അടിയനെയും എന്ത് ചെയ്യണമേ? ആ വേലയിലേക്ക് വിളിക്കണമേ എന്നുള്ള താല്പര്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഉപവാസത്തോടുകൂടി നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചെയ്യുവാനുള്ള ദൈവികമായ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കും. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അവന്റെ മരണത്തോടുകൂടി ആ പ്രയത്നങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അവസാനിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള പ്രയത്നം വ്യർത്ഥമല്ല. കാരണം ആ സുവിശേഷം നിമിത്തം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് നിത്യജീവനിൽ കടക്കും. നിത്യതയിൽ ആ ജീവൻ എന്ത് ചെയ്യും? ആ നിലനിൽക്കും. ആ വ്യക്തി എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെട്ടും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പുനരുദ്ധാനം പ്രാപിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? നിലനിൽക്കും. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള നിങ്ങളുടെ പ്രയത്നഫലം വ്യർത്ഥമല്ലെന്ന് വരികയിൽ കർത്താവിന്റെ വേലയിൽ എന്ത് ചെയ്യും? വർദ്ധിച്ചു വരും. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മെ ഉപവാസത്താൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിന്റെ ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ കർത്താവിന്റെ വേലയ്ക്കായി വേർതിരിച്ചെടുക്കുകയും ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അത് സംഭവിക്കട്ടെ. എന്നാൽ അതിനപ്പുറമായി ഘനമേറിയ ഒരു അനുഗ്രഹമാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലരെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചെടുക്കുന്നത്.
അപ്പോൾ ഒരു സഭയിൽ എത്ര വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിലും ആത്മാവിന്റെ ഐക്യതയോടുകൂടി, ഉപവാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ദൈവത്തിനായി വേർപെടുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് അപ്രകാരം ചില വ്യക്തി ജീവിതങ്ങളെ ദൈവസഭയിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് എന്ത് ചെയ്യട്ടെ? വേർപെടുത്തട്ടെ. എസ്രയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടുന്നതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എസ്രാ പുരോഹിതൻ ഒരു ഉപവാസത്തെ എന്ത് ചെയ്യുന്നു? പ്രസിദ്ധപ്പെടുത്തുകയാണ്. ജനം എന്ത് ചെയ്യണം? ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കൂടി വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളെ തന്നെ താഴ്ത്തേണ്ടത്. ഉപവാസത്തിൽ സംഭവിക്കുന്നത്, പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുന്ന അനുഗ്രഹമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ പലപ്പോഴും പലർക്കും താണിരിപ്പാൻ എന്ത് ചെയ്യുന്നില്ല? സാധ്യമാകുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യും? ഇടയായിത്തീരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ദൈവസഭയിൽ ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവികമായ കാര്യങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ എന്ത് ചെയ്യണം? ഉപവാസം എടുക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ ഉപവാസം എടുക്കുമ്പോഴോ കർത്താവിന്റെ വേലയിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ ചില വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യുന്നു? വേർപെടുത്തിയെടുക്കുന്നു. ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടികളിൽ നിന്നൊക്കെ വേർപെടുത്തി ഒരു വിശുദ്ധിയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിന്റെ ഐക്യതയിലായിരിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ താണിരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഇവിടെ എസ്രാ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടി ഉപവാസം പ്രഖ്യാപിച്ചു? 2 കാര്യങ്ങളാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കേണ്ടുന്നതിന്, ദൈവസന്നിധിയിൽ താണിരിക്കേണ്ടുന്നതിന് എന്ത് ചെയ്യണം? ഉപവാസം വളരെ പ്രാധാന്യമാണ്. 2-ാമത്തെ കാര്യം എന്താണ്? ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടത്. ശുഭയാത്ര എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശുഭയാത്ര ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഒരു വർഷത്തിന്റെ പ്രാരംഭ മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മുൻപിലോട്ടുള്ള മാസങ്ങളെ കുറിച്ചോ, ആഴ്ചകളെ കുറിച്ചോ, ദിവസങ്ങളെ കുറിച്ചോ, സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് യാതൊരു കാര്യവും എന്തല്ല, നിശ്ചയമല്ല. എന്നാൽ ഈ പ്രാരംഭ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമുക്കുള്ള സകല കാര്യങ്ങൾക്കും ശുഭയാത്ര ദൈവം എന്ത് ചെയ്യും? തരും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ആ വിഷയങ്ങൾക്ക് നിന്നൊരു വിടുതൽ ലഭിക്കേണ്ടുന്നതിനുള്ള പ്രാർത്ഥനയല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ മുൻപിലേക്ക് നമ്മൾ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളിൽ ശുഭയാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മുൻകൂറായി നമ്മൾ പ്രാർത്ഥിക്കണം, മുൻകൂറായി നമ്മൾ ഉപവസിക്കണം. ഇവിടെ എസ്രാ പുരോഹിതന് മനസ്സിലായി പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ട്. ആ പ്രതിബന്ധങ്ങൾ മുന്നിലുള്ളപ്പോൾ, അല്ലെങ്കിൽ ശത്രു സൈന്യം മുൻപിലുണ്ട്, പോരാട്ടങ്ങൾ മുൻപിലുണ്ട്, ഈ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്കും ഉൾപ്പെടെ, മാത്രമല്ല ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല സമ്പത്തിനും ഒക്കെ യാതൊരു ദോഷവും വരാതെ വണ്ണം ശുഭയാത്ര മുമ്പിലോട്ട് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടുന്നതിനെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഉപവസിച്ചു. വിഷയങ്ങൾ വന്ന് ചാടിയതിന് ശേഷം അത് മാറിപ്പോകാനുള്ള ഉപവാസമല്ല, വിഷയങ്ങൾ വന്ന് ചാടാതിരിക്കാൻ തക്കവണ്ണം, പച്ച മലയാളത്തിൽ പറയാൻ, നേരത്തെ കണ്ട ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ഉപവസിക്കുവിൻ. ഉപവാസത്തോടുകൂടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുവിൻ? പ്രാർത്ഥിക്കുവിൻ. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വരുമ്പോൾ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. പ്രിയമുള്ളവരെ, കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം
അവരെ വിളിച്ചിരിക്കുന്ന അവരുടെ പേരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. കർത്താവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. അപ്പൊ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മെ തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തി പ്രാർത്ഥിക്കണം. ഞാനോ കുറയണം, അവനോ വളരണം. എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യട്ടെ? നിറവേറട്ടെ. എന്റെ ആഗ്രഹങ്ങളല്ല, ദൈവത്തിന്റെ ആഗ്രഹം നിറവേറട്ടെ. എന്റെ പ്രവൃത്തിയായിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യട്ടെ? വെളിപ്പെടട്ടെ. എനിക്കുള്ള മഹത്വം എന്നുള്ളതല്ല, ദൈവമഹത്വം വെളിപ്പെടട്ടെ. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്. ഹല്ലേലൂയ. ഒത്തിരി ആൾക്കാർ ദൈവത്തിന്റെ കരമാണ് അന്വേഷിക്കുന്നത്. കാരണം ദൈവത്തിന്റെ കരത്തിലെ പ്രവർത്തികൾ വെളിപ്പെട്ട് കിട്ടാൻ എന്ത് ചെയ്യുന്നു? അവർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദൈവത്തിന്റെ അത്ഭുത കരത്തിന്റെ പ്രവർത്തികളെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഉപവാസമല്ല, നിങ്ങൾ എന്റെ മുഖം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ദൈവമുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തരുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യും? കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്. കണ്ടോ, അവിടെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി എന്താണ്? പാപക്ഷമയാണ്. ഗ്ലോറി ടു ഗോഡ്. പാപമോചനം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് എന്ത് ചെയ്യും? സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ എന്ത് ചെയ്യുന്നു? ഇടയായി തീരുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ദൈവമുഖം അന്വേഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങൾക്കും ദൈവത്താലുള്ള പരിഹാരം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥനയിൽ വീണ്ടും നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശത്തിന് സൗഖ്യമുണ്ടാകുന്നു. നമ്മൾ നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പാപത്തിന് അടിമകളായി പോകുന്നു. മദ്യത്തിലും മയക്കുമരുന്നുകളിലും 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഈ സമൂഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ദേശത്തിന് വലിയ മുറിവ് എന്ത് ചെയ്തിരിക്കുന്നു? സംഭവിച്ചിരിക്കുന്നു. ആര് പ്രാർത്ഥിക്കാത്തത് നിമിത്തമാണ്? ദൈവസഭ പ്രാർത്ഥിക്കാത്തത് നിമിത്തം. ഹല്ലേലൂയ. മറ്റു പാപത്തിന്റെ വഴികളിലൂടെ പിശാച് യൗവന തലമുറകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവസഭ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ദൈവജനത്തെ ഓർത്ത് ദൈവം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ജനത്തെ നോക്കി എന്ത് ചെയ്യുന്നു? മധ്യസ്ഥത ചെയ്യാൻ ആളില്ലാത്തത് കണ്ട് ദൈവഹൃദയം എന്ത് ചെയ്യുന്നു? വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. ഈ ജനത്തിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനവും അതിന്റെ തീവ്രത വർദ്ധിച്ചു കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വർഗത്തെ തൊടുവാൻ തക്കവണ്ണം ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യന് കഴിയുന്ന ഏക മാർഗം പ്രാർത്ഥനയാണ്. ഭൂമിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തെ സ്പർശിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഇസ്രായേൽ ജനത്തിനെതിരെ അമേലിക്ക സൈന്യം പോരാടുമ്പോൾ യോശുവയും കൂട്ടുകാരും യുദ്ധത്തിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവർ യുദ്ധത്തിന് ഇറങ്ങി പോകുമ്പോൾ മോശ എന്ത് ചെയ്യുന്നു? ഒരു കുന്നിൻ ചെരുവിൽ അല്ലെങ്കിൽ കുന്നിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? കയറിയിരുന്ന് കരങ്ങൾ ഉയർത്തി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അഹരോനും ഹൂരും രണ്ടുപേരും ഇരുവശങ്ങളിൽ എന്ത് ചെയ്യുന്നു? മോശയുടെ കരങ്ങളെ താണുപോകാതെ വണ്ണം ഉയർത്തിപ്പിടിക്കുന്നു. ഒരു കല്ലെടുത്ത് വെച്ച് അതിൽ എന്ത് ചെയ്യുന്നു? മോശ ഇരിക്കുന്നു. ഇടത്തും വലത്തും രണ്ടുപേരെന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. അപ്പോൾ നിൽക്കുന്നവർക്ക് കൈ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവരുടെ കൈ എന്ത് ചെയ്യത്തില്ല? കഴക്കത്തില്ല. ഇരിക്കുന്ന മോശയുടെ കൈയെ നിൽക്കുന്ന രണ്ടുപേര് രണ്ടു വശത്തിൽ എന്ത് ചെയ്തു? അവരുടെ വശങ്ങളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി വെച്ചിരിക്കുക. എന്നാൽ ആ ഉയർന്നിരിക്കുന്ന കരങ്ങൾ എന്തിനെ വെളിപ്പെടുത്തുന്നു? സ്വർഗത്തെ സ്പർശിക്കുന്നു. പ്രാർത്ഥനയിൽ സ്വർഗത്തെ സ്പർശിക്കുന്നത് കൊണ്ട് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളും ദൈവജനത്തിനെതിരെ പോരാടുമ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ യോശുവയും കൂട്ടരും അമേലിക്ക സൈന്യത്തെ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. കൈ താഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശത്രു സൈന്യം ജയിക്കുന്നു. കൈ ഉയർന്നിരിക്കുമ്പോഴോ ദൈവജനം ജയമെടുക്കുന്നു. അപ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കരങ്ങൾ സ്വർഗത്തെ സ്പർശിക്കുവാൻ തക്കൊണ്ട് എന്ത് ചെയ്യും? ഇടയായി തീരുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. അത് മാത്രമല്ല,
പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അറ്റത്തോളമായിരിക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തെയും സ്പർശനത്താൽ, പ്രാർത്ഥനയുടെ സ്പർശനത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അവരെ അനുഗ്രഹിക്കാൻ, അവരെ വിടിവിപ്പാൻ, വേഗത്തിൽ ഓടുന്ന വചനത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലിന് സാധ്യമാണ്. സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ സ്പർശിക്കപ്പെടുവാനും ഭൂമിയിൽ ഏതറ്റത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ പ്രാർത്ഥനയിൽ സ്പർശിക്കുവാൻ തക്കവണ്ണം, അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, വിടിവിപ്പാൻ തക്കവണ്ണം, സൗഖ്യമാക്കുവാൻ തക്കവണ്ണം, പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുന്നവരെ വിടിവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയും ഉപവാസവും വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തികൾ അത് ജ്വലിപ്പിച്ചെടുക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ദർശനം ജ്വലിപ്പിച്ചെടുക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതം. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവിക ദർശനം പുതുക്കപ്പെടത്തില്ല. ദൈവം ഓരോ വ്യക്തിക്കും ഓരോ വർഷത്തിലും ദൈവം ചെയ്യുവാൻ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ, ആ പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ അത് ചെയ്യുവാനുള്ള വാഞ്ച എനിക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു വാഞ്ച ഇല്ലാതെ നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ വേലയിലും നമുക്ക് ദൈവികമായ വാഞ്ച നമ്മളിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവ വാഞ്ച, ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ഹല്ലേലൂയ. മാത്രമല്ല ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യും? വർദ്ധിച്ചു വരും. പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തിലേക്ക് ആ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ ഏകാഗ്ര ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? അവർക്ക് എത്തിച്ചേരുവാൻ കഴിയും. ദൈവം നൽകിയ കാര്യങ്ങളിലേക്ക് ഏകാഗ്ര ഹൃദയത്തോടുകൂടി ആ പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അലസതയോടുകൂടിയല്ല, ഏകാഗ്ര ഹൃദയത്തോടുകൂടി, ബഹുവിധമായ ചിന്തകളോടുകൂടിയല്ല, ഏകാഗ്ര ഹൃദയത്തോടുകൂടി ദൈവം നൽകുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. തീവ്രത, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവിക പ്രവൃത്തികൾ തീവ്രതയോടുകൂടി ചെയ്യുവാൻ, ഉണർവോടുകൂടി ചെയ്യുവാൻ പ്രാർത്ഥന നമ്മെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങളിൽ നിന്ന് വഴുതി പോകുന്നവരാണ് പലരും. തീരുമാനങ്ങൾ എടുക്കുവാൻ ഉത്സാഹം കാണിക്കും, എന്നാൽ ആ തീരുമാനങ്ങളെ നടപ്പിലാക്കുവാൻ കഴിയാതെ വണ്ണം എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വഴുതി പോകുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സമർപ്പിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കും. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ ശക്തി നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല? സാധ്യമല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല? സാധ്യമല്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യത്തെ കൊണ്ടു കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ദീനക്കാരനെ കർത്താവ് എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അവന്റെ പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു കൊടുക്കുന്നു. അവനായിരിക്കുന്ന രോഗത്തിൽ നിന്ന് കർത്താവ് അവനെ എന്ത് ചെയ്യുന്നു? എണീപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ദൈവികമായ രോഗസൗഖ്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയാണ്. ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ വീണ് കിടക്കുന്ന രോഗാവസ്ഥയിൽ നിന്ന് ദൈവം അവനെ എണീപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? അവന്റെ പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. വിശ്വാസത്തോടുകൂടി നമ്മൾ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ രക്ഷ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. ആ വ്യക്തി ജീവിതങ്ങളുടെ ആത്മരക്ഷ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണുവാനായിട്ട് കഴിയും. ആ കൂട്ടായ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവ് അവനെ എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കും. രണ്ടാമത്തെ കാര്യം,
അവനെ ബന്ധിച്ചിരിക്കുന്ന രോഗാത്മാവിൽ നിന്ന് ആ വ്യക്തിയെ വിടുവിക്കുകയും അവൻ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളിൽ നിന്ന് ആ വ്യക്തി ജീവിതത്തെ എന്ത് ചെയ്യും? വിടുവിക്കുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ് ഒരു രോഗത്തിന്റെ അനുഭവത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ പിശാച് അവരെ കെട്ടിവെച്ചിരിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടിയ പ്രാർത്ഥന. ഇത് എഴിക്കുമോ എഴിക്കത്തില്ലയോ എന്ന് ഇരുമനസ്സോടുകൂടിയതല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിട്ടുപോയി അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് തുള്ളിച്ചാടുന്ന അനുഭവം എന്ത് ചെയ്യണം? ഉണ്ടാകണം. മൂന്നാമത് പറയുന്ന കാര്യം എന്താണ്? അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പാപക്ഷമ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. അല്ലെ, രക്ഷിക്കുന്നു, രോഗത്തെ സൗഖ്യമാക്കുന്നു, പാപത്തെ എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു കൊടുക്കുന്നു. അപ്പോൾ രക്ഷ കരസ്ഥമാകാതിരുന്നു കഴിഞ്ഞാലും പാപക്ഷമ കരസ്ഥമാകാതിരുന്നാലും രോഗസൗഖ്യം കിട്ടുന്നതുകൊണ്ട് കാര്യമായില്ല. ഒരു രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ ആത്മരക്ഷ വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പാപമോചനം ആ വ്യക്തിക്കുണ്ടാകണം. അതിനപ്പുറത്താണ് രോഗസൗഖ്യം എന്ത് ചെയ്യേണ്ടത്? ലഭിക്കേണ്ടത്. ഒന്നാമത് ആത്മരക്ഷ ഉണ്ടാകണം, പാപമോചനം ഉണ്ടാകണം, രോഗസൗഖ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകുന്ന ഈ കൃപയിൽ അതുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ട്. ഹല്ലേലൂയ. അത് ജ്വലിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈ രണ്ട് പേരായിട്ട് എന്ത് ചെയ്യുന്നു? അയക്കും. അവരോട് കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകും. ഭൂതങ്ങളുടെ മേൽ അവർക്ക് എന്ത് കൊടുത്തു? അധികാരത്തെ കൊടുത്തു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. കർത്താവ് അന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്തെങ്കിൽ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ. അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ എന്നും ജീവിക്കുന്നവൻ. ഇന്നലകളിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ അവൻ അനന്യനായതുകൊണ്ട് ഇന്നും കർത്താവിന് അതേ അത്ഭുതം ചെയ്യാൻ കഴിയും. അവന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഉപവസിക്കുന്ന ഒരു ദൈവ പൈതലിന്, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ വിശ്വാസത്തെ നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്നു നൽകുന്ന അല്ലെങ്കിൽ പകുത്തു നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ദൈവപ്രവൃത്തിക്കായി പോഷിപ്പിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, വിശ്വാസത്തെ പോഷിപ്പിച്ചെടുക്കുവാൻ, വിശ്വാസത്തെ ബലപ്പെടുത്തിയെടുക്കുവാൻ, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുന്നത് വിശ്വാസത്തിന് ബലമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും അതിജീവിപ്പാൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകന്, ദൈവമകൾക്ക് അവർ നേരിടുന്ന ഏതൊരു വിഷയത്തിന്റെ മധ്യത്തിലും അവർക്ക് വിശ്വാസത്തിന്റെ വർധനവുണ്ടെങ്കിൽ അതിജീവിപ്പാൻ കഴിയും. മാത്രമല്ല അവർക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കഴിയും. രോഗത്താൽ ഭാരപ്പെടുന്നവരും പൈശാചിക ബന്ധനത്തിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള അനേകർ ആയിരിക്കുന്നതിന്റെ മധ്യത്തിലാണ് ദൈവസഭയായിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ഉപവസിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അർത്ഥപൂർണമായ ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇതിനെല്ലാം അടിസ്ഥാനം എവിടെയിരിക്കുന്നു? പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രമപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നമ്മെ സജ്ജരാക്കുന്ന ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് നമ്മെ സഹായിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 59-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയ കൈയല്ല. കർത്താവിന്റെ കൈ നീട്ടി നമ്മെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. മാത്രമല്ല രണ്ടാമത് പറയുന്നത് അവന്റെ ചെവിയെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? കേൾപ്പാൻ കഴിയാതെ വണ്ണം മന്ദമായി പോയിട്ടുള്ളതല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ചെവിക്കുള്ള. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയാത്ത കൈയുള്ളവനല്ല നമ്മുടെ ദൈവം. പക്ഷെ ഇവിടുത്തെ കാരണം എന്താണെന്ന് പറയുന്നു 2-ാം വാക്യത്തിൽ, നിങ്ങളുടെ
അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുതായി പോയിട്ടുമില്ല, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ വണ്ണം അവന്റെ ചെവി എന്ത് ചെയ്തിട്ടില്ല, മന്ദമായി പോയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കുറുതായി പോയി എന്നുള്ള രീതിയിൽ തോന്നുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ തോന്നുന്നത്? അതിന്റെ കാരണമാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. അപ്പോൾ അകൃത്യങ്ങളും പാപങ്ങളും പ്രാർത്ഥനയിൽ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ രക്ഷിക്കുന്ന കരം ആ പ്രാർത്ഥനാലയത്തിൽ വെളിപ്പെടും. അകൃത്യങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവികമായ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളുമാണ് ദൈവത്തിന്റെ കരത്തിന് പ്രവർത്തിക്കാൻ തടസ്സം. നിങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളുമാണ് ദൈവത്തിന് കേൾക്കുവാൻ തക്കവണ്ണം ചെവി മന്ദമായിരിക്കുന്നതും ദൈവത്തിന്റെ മുഖം മറയ്ക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യങ്ങളും പാപങ്ങൾക്കും പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരം ദൈവജനത്തിന് വേണ്ടി നീട്ടും. സകല ജാതികളും ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടിയാണ് ദൈവത്തിന്റെ വചനത്തെ ദേശത്തിൽ ഉറപ്പിച്ചത്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. ജനത്തിന് പാപബോധവും ഉണ്ടാകുന്നു. അവർ മാനസാന്തരപ്പെടുന്നു. ദൈവവചനത്തിൽ വരുമ്പോൾ ആഭിചാരം ചെയ്യുന്ന അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾ പോലും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെയും വാരിയിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തിനെ ആരാധിപ്പാൻ തക്കണം അവരുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഫിലിപ്പോസ് എന്ന ഏക മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വചനത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ യേശുവിനോട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾക്ക് പിതാവാം ദൈവത്തെ കാണിച്ചു തന്നാൽ മതി എന്നാവശ്യപ്പെടുന്ന ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനോട് കർത്താവ് തിരിച്ച് പ്രതികരിക്കുന്നത്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ നടന്നിട്ടും അവിടെ ഞാൻ എന്ന് കർത്താവ് പറയുന്നത്, ഗ്ലോറി ടു ഗോഡ്, കർത്താവിൽ സംസാരിക്കുന്നത് പിതാവാം ദൈവമാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലവും ഞാൻ നിങ്ങളോട് കൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? ഞാനും പിതാവും ഒന്നത്രേ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ പിതാവിനെ കാണുവാനുള്ള മഹാഭാഗ്യം ലഭിച്ച ഫിലിപ്പോസ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ ശമര്യ പട്ടണത്തിൽ ചെന്ന് കർത്താവിനെ കുറിച്ചിട്ടുള്ള രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രോഗികൾ അവിടെ സൗഖ്യമാകുന്നു, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു. അവിടെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആ ദേശത്തിൽ മഹാസന്തോഷമുണ്ടായി. ആഭിചാര പ്രക്രിയകൾ ചെയ്യുന്നവർ പോലും അവർ മാനസാന്തരത്തോടുകൂടി ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് അതുപോലെ സ്വാധീനിപ്പാൻ കഴിയും. മോശ ബലഹീന മനുഷ്യനാണ്, വിക്കനാണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് സംസാരശേഷിയില്ലല്ലോ. കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നിൽ സംസാരിക്കും, ഞാൻ നിന്നിൽ പ്രവർത്തിക്കും, നിനക്ക് മുൻപടയായും പിൻപടയായും ഞാൻ കൂടെ ഇരിക്കും, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിനക്ക് സമാധാനത്തെ നൽകും. ദൈവം പറഞ്ഞതുപോലെ മോശയോട് കൂടെ ഇരുന്നു. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി തന്റെ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രവാചകന്മാരുണ്ട്. അവരൊക്കെയും ബലഹീനരായിരിക്കുന്ന അവസ്ഥകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. യരെമ്യാവിനെ വിളിക്കുമ്പോൾ യരെമ്യാവ് പറയുന്നതാണ്, ഞാനൊരു ബാലകനല്ലയോ? ദൈവം അവനെ തിരുത്തി ബലപ്പെടുത്തി അവനെ ശക്തീകരിച്ച് കർത്താവിന്റെ വേലയിലേക്ക് യരെമ്യാവിനെ കൊണ്ടുവരുന്നു. മീൻപിടുത്തക്കാരായ മനുഷ്യരെ കർത്താവ് തന്റെ അഭിഷേകം കൊടുത്ത് കർത്താവിന്റെ വേലയിലേക്ക് കൊണ്ടുവരുന്നു. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയിൽ വരുവാൻ തക്കവണ്ണം വേണ്ടതുപോലെ താല്പര്യപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പരിമിതികൾ ഉള്ളവരാണെങ്കിലും വിക്കുള്ളവരാണെങ്കിലും ബലഹീനരായിട്ടുള്ള മനുഷ്യരാണെങ്കിലും ഞാൻ വേണ്ടതുപോലെ വളർച്ച എന്തിയിട്ടില്ല, പ്രാപിച്ചിട്ടില്ല എന്ന് യിരെമ്യാവ് പറഞ്ഞതുപോലെ നമ്മളും പറയുന്നുണ്ടെങ്കിലും ഗ്ലോറി ടു ഗോഡ്, നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ വേലയിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് വേർപെടുത്തുമ്പോൾ അടിയനിതാ എന്ന് സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഫിലിപ്പോസിലൂടെ ദൈവം വലിയ പ്രവർത്തികൾ ചെയ്തുവെങ്കിൽ പത്രോസ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം നിഴലടിക്കുമ്പോൾ രോഗികൾ എന്ത് ചെയ്തു? സൗഖ്യമായി. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവരുടെ റുമാലുകൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? രോഗികൾ സൗഖ്യമാകുന്നു. കർത്താവ് അനന്യനാണ്. അവൻ ഇന്നലെയും അവൻ ഇന്നുമെന്നും കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ അനന്യനായ ദൈവം. ഈ ബലഹീനരായ മനുഷ്യരെ കൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ എന്ത് ചെയ്തു? ചെയ്തെടുത്തു. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ലോകമെമ്പാടുമുള്ള വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ അനേകർ രക്ഷയിലേക്ക് വരുന്നു, എന്നാലോ അനേകർ പീഡയുടെ അനുഭവങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ദൈവജനം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആരവർക്ക് വേണ്ടി ഈ വിശ്വാസത്തെ ഏറ്റെടുത്തത് നിമിത്തം അനേകർ പീഡയുടെ അനുഭവത്തിലൂടെ എന്ത് ചെയ്യുന്നു? കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനം പ്രാർത്ഥിക്കുക, ദൈവജനം ഉപവസിക്കുക, അനുതപിക്കുക, താണിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്കുള്ള വാഞ്ച നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകട്ടെ. പ്രാർത്ഥനയുടെ ശ്രദ്ധ ഗ്ലോറി ടു ഗോഡ് അലക്ഷ്യമാക്കുന്ന സകല പോരാട്ടങ്ങളിൽ നിന്നും ജനത്തെ എന്ത് ചെയ്യട്ടെ? വിടിവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യട്ടെ? ശക്തിയോടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിശ്വാസത്തെ ഗ്ലോറി ടു ഗോഡ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ ജീവിതത്തിൽ പോഷിപ്പിക്കട്ടെ. നമ്മെ കർത്താവിന്റെ വേലയ്ക്കായി സജ്ജമാക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ധാരാളമായ കൃപകൾ നൽകി ധൈര്യവും ഉറപ്പും ഉള്ളവരായി ദൈവത്തിന്റെ വേലയിലേക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ. തീഷ്ണതയോടുകൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകുന്ന കാര്യങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും അത്യന്താപേക്ഷിതമാണ്. തീഷ്ണതയില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ദൈവവചനം പറയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്തത് കൊണ്ട് ഞാൻ നിന്റെ വായിൽ നിന്ന് നിന്നെ എന്ത് ചെയ്യും? ഊണ് കളയുമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വായിൽ നിന്ന് ഊണ് കളയുമെന്ന് പറഞ്ഞാൽ തീഷ്ണതയോടുകൂടി നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ അധരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. തീഷ്ണതയോടുകൂടി നമ്മൾ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ആത്മീയ കാര്യങ്ങളിൽ തീഷ്ണത നമുക്കുണ്ടാകത്തില്ല. ആ തീഷ്ണത നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധരങ്ങളിലൂടെ സംസാരിക്കും. തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ അവൻ തന്റെ വായിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യും? ഉമിണ്ണുകളയുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സുവിശേഷം പറയാൻ എന്ത് ചെയ്യത്തില്ല? ഒന്നും കാണത്തില്ല. ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുവാൻ പിന്നെ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ദൈവികമായ കാര്യങ്ങളിൽ തീഷ്ണതയിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യെഹെസ്കേലിനോടും ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ വായ് തുറ. ഹല്ലേലൂയ. നമ്മളുടെ അധരം തുറക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തോടുകൂടി സംസാരിക്കേണ്ടുന്നതിനുള്ള ആലോചനകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അധരങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടുകൂടി നമ്മളായിരിക്കണം. എപ്പോഴും ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തെ അനുസരിച്ചു കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഉപവസിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയുണ്ട്. അനുസരണത്തോടുകൂടിയുള്ള ഉപവാസം നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൃഢപ്പെടുത്തും, ഒരു ധൈര്യപ്പെടുത്തും. ദൈവികമായ ശുശ്രൂഷകളുടെ അധികാരത്തെ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അല്പമായതിനെ കൊണ്ട് ദൈവത്തിന് അധികത്തെ എന്ത് ചെയ്തു? ചെയ്യുവാൻ കഴിയും. ഒരു വലിയ കൂട്ടം ജനം, 5000-ഓളം പേരുണ്ടായിരുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന്റെ ഇടയിൽ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അവൻ അതിനെ കർത്താവിന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. കർത്താവിന്റെ കയ്യിൽ കൊടുത്തില്ലായിരുന്നെങ്കിലും അവൻ എന്ത് ചെയ്യാമായിരുന്നു? തന്നെ ഭക്ഷിക്കാൻ കഴിയും. കർത്താവിന്റെ കയ്യിൽ കൊടുത്തില്ലെങ്കിലും അവന്റെ കയ്യിലുള്ളത് അവൻ എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കാൻ കഴിയും. പക്ഷെ അവൻ അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോഴോ അവനും കഴിക്കാൻ കഴിഞ്ഞു, 5000-ഓളം പേർക്കും കഴിക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അല്പമായത്, ഒരു പക്ഷേ എങ്കിൽ 1-2 വചനത്തിലൂടെയുള്ള ഒരു സുവിശേഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് പറയാൻ ഉള്ള
കൃപയോ കഴിവോ ഉള്ളത്. എന്നാൽ ആ അല്പമായതിനെ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കും അത് നിത്യജീവൻ ഉതകും. മറ്റുള്ള അനേകർക്ക്, അവിടെ 5000 പേര് എന്ത് ചെയ്തു? പോഷിപ്പിക്കുവാനിടയെ. നമുക്കുമുള്ള അല്പത്തെ ദൈവകരത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷിപ്പാൻ എന്ത് ചെയ്യും? ഇടയായിത്തീരും. അല്പത്തെ എനിക്ക് തന്നെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീരുകയാണ്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോഴോ അത് അനേകരിലേക്ക് അത് പകുത്തു കൊടുക്കുവാൻ തക്കവണ്ണം അവിടെ നമ്മൾ കാണുന്നത് മൾട്ടിപ്പിൾ ചെയ്തു പോവുകയാണ്. എടുക്കും തോറും എന്ത് ചെയ്യുന്നു? വർധന ഉണ്ടാവുകയാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അനേകർക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. അല്പമായ നമ്മുടെ ജീവിതത്തെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് എന്ത് ചെയ്യണം? സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യെശയ്യാവിന്റെ പുസ്തകം 59 നമ്മൾ നേരത്തെ വായിച്ചത്. 59 വായിച്ചത് നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചത്. എന്താണ് അവിടുത്തെ ഭിന്നത? ദൈവത്തിന്റെ കൈ എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. അതാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. രക്ഷിപ്പാൻ കഴിയാതാണ് യഹോവയുടെ കൈ കുറുതായി പോയതല്ല. അപ്പൊ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവപ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുന്നില്ല. വെളിപ്പെടാതെ വരുമ്പോ പ്രാർത്ഥിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നതെന്നാണ്, ദൈവത്തിന്റെ കൈ കുറുതായി പോയോ? എന്തുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല? രണ്ടാമത്, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പോൾ ചിന്തിക്കാം, ദൈവത്തിന്റെ ചെവി മന്ദമായി പോയോ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ചെവിയിൽ എന്ത് ചെയ്യുന്നില്ല? എത്തുന്നില്ല. അതിനുള്ള കാരണം അവിടെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളാണ്. ദൈവത്തിന്റെ കൈ വെളിപ്പെടുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഉറക്കെ നിലവിളിച്ചു എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൈ കുറുതുമാണ്. ദൈവത്തിന്റെ ചെവി എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ അകൃത്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ. അപ്പോൾ അകൃത്യങ്ങളും പാപങ്ങളും വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി എന്ത് ചെയ്തില്ല? വെളിപ്പെടത്തില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ചെവി എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അതിന് പരിഹാരം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? 58-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. അപ്പോൾ ഉറക്കെ വിളിക്കുക എന്ന് പറയുന്നത് ജനത്തിന് എന്തുണ്ടാകണം? പാപബോധം ഉണ്ടാകണം. അകൃത്യങ്ങളെ കുറിച്ച് അവർക്ക് എന്തുണ്ടാകണം? ബോധ്യം ഉണ്ടാകണം. ഇന്ന് ജനത്തിന് അകൃത്യത്തെ കുറിച്ച് ബോധ്യം ഉണ്ടാകാനും ആൾക്കാർക്ക് എന്തല്ല? താല്പര്യമില്ല. പാപബോധം ഉണ്ടാകുക എന്നുള്ളതും താല്പര്യമില്ല. ദൈവം എന്ത് ചെയ്യണം? ഇരിക്കുന്ന ജനത്തെ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ ഇവിടുത്തെ 59-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെയും നിങ്ങൾക്കുള്ള വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൈ പ്രവർത്തിക്കാതെയും ഇരിക്കുന്നത്. അതിന് പരിഹാരം എന്ത് ചെയ്യണം? വരണമെങ്കിൽ ഇവിടെ പ്രവാചകനോട് പറയാണ്, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം എന്ത് ചെയ്യണം? ഉയർത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് കാഹളം പോലെ ശബ്ദം ഉയർത്തേണ്ടുന്നത്? എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാനാണ് കാഹളം പോലെ എന്ത് ചെയ്യാൻ? ഊതാൻ. ദൈവത്തോട് കാഹളം പോലെ ഊതി പ്രാർത്ഥിച്ചിട്ട് കാര്യമായില്ല. ജനത്തിന് ഈ അകൃത്യങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ജനം എന്ത് ചെയ്യണം? വിടുതൽ പ്രാപിക്കണം. എങ്കിലും അവർ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കും. ഈ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം വരാതിരിക്കുമ്പോ തന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ എന്ത് ചെയ്യുന്നു? അവർ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കും. എങ്ങനെയാണ് അവർ വരുന്നത്? നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ജനത്തെ പോലെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്യണം? വരികയാണ്. പക്ഷെ എന്താണ് ഇരിക്കുന്നത്? അകൃത്യവും പാവവും ഇരിക്കുന്നു. പക്ഷെ ദൈവത്തോട് അടുക്കുന്നത് എങ്ങനെയാണ്? നീതിയുള്ളവരെ പോലെ, ന്യായമുള്ളവരെ പോലെ, ദൈവത്തിന്റെ ന്യായത്തെ ഉപേക്ഷിക്കാത്തവരെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്. ദൈവത്തിന് ഇതൊക്കെ അറിയാമോ? ദൈവത്തിന് ഇതൊക്കെ അറിയാം. അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തോട് അടുക്കുവാൻ എന്ത് ചെയ്യുന്നു? വാഞ്ചിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഇവിടുത്തെ പരാതി എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപവസിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തോട് അങ്ങോട്ട് പറയുകയാണ്,
ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, ഞങ്ങൾ ഉപവസിക്കുന്ന പ്രാർത്ഥനയിൽ നീ എന്ത് ചെയ്യുന്നില്ല? നീ നോക്കാത്തതെന്ത്? ഞങ്ങൾ ആത്മജപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത്. ഞങ്ങൾ ആത്മതപനം എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ആ ആത്മതപനം അറിയുന്നില്ല. അറിയാതിരിക്കുന്നത് പോലെ ദൈവം എന്ത് ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. അപ്പോൾ പ്രവാചകനിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെട്ട് പറയുകയാണ്, ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ, നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും. അതാണ് അവിടുത്തെ വിഷയം. നിങ്ങളുടെ കാര്യാദികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധ്വാനിപ്പിക്കും. നമുക്കൊന്നും വേലക്കാരായിട്ട് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല, ഒരാൾ പോലും ഇല്ല. പക്ഷെ ശരീരത്തിൽ നമുക്ക് വേലക്കാരായിട്ടുള്ള കൈയും കാലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉണ്ട്. ഈ വേലക്കാരെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ ഇരിക്കേണ്ടിയ ദിവസത്തിൽ തന്നെ, ആരാധിക്കാൻ ഇരിക്കേണ്ടിയ ദിവസത്തിൽ തന്നെ ഈ വേലക്കാരെ കൊണ്ട് പൂർണ്ണ സമയം എന്ത് ചെയ്യുന്നു? ജോലി എടുപ്പിക്കും. അതാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്ത 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടുന്നതിനും നോമ്പ് നോക്കുന്നു. ഇവിടെ ഉപവാസം എടുക്കുന്ന എന്നാണ്. ഒത്തിരി ആൾക്കാർ ഉപവാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയാൻ ലജ്ജയുണ്ട്. ഒത്തിരി വലിയ സഭകൾ ആയിരിക്കുന്നവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? വഴക്ക് കൂടുന്നു, ക്രൂരമുഷ്ടി എന്ത് ചെയ്യുന്നു? ചുരുട്ടുന്നു. വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. പല സഭകളിലും പോലീസ് പ്രൊട്ടക്ഷൻ, പല സഭകളുടെയും വിഷയങ്ങൾ കോടതിയിൽ വരുന്നു. ഇവിടെ വചനം പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നത്? പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടുന്നതിനും നോമ്പ് നോക്കുന്നു. ഉപവസിച്ച് കഴിയുമ്പോൾ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഉപവാസം കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? ആ കൂട്ടായ്മയ്ക്കകത്ത് എന്തുണ്ടാകുന്നു? വിവാദം. അപ്പൊ വിവാദങ്ങൾ ഉണ്ടാകാനാണോ ഉപവസിക്കുന്നത്? വിവാദങ്ങൾ തീരാനായിരിക്കും. രണ്ടാമത് പറയുന്നത് എന്താണ്? കലഹം. വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് എങ്ങോട്ട് പോകും? കലഹത്തിലേക്ക് പോകും. ഈ കലഹത്തിലേക്ക് പോയാൽ പിന്നെ അടുത്ത് എങ്ങോട്ട് പോകും? ക്രൂരമുഷ്ടി കൊണ്ട് പിന്നെ ഉന്തും തള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഇതിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയ ശക്തി കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? കലഹം ഉണ്ടാക്കുന്നു, വിവാദം ഉണ്ടാക്കുന്നു, ക്രൂരമുഷ്ടി കൊണ്ട് എന്ത് ചെയ്യുന്നു? തമ്മിലടിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഉപവസിക്കുന്നത്. എന്ത് ലജ്ജാകരമായ അവസ്ഥയാണ്. അപ്പൊ ഉപവസിച്ചപ്പോൾ ആര് മാനിഫെസ്റ്റ് ചെയ്തു? പിശാച്. പ്രവാചകൻ പറയുന്ന കാര്യം ഞാൻ എന്റെ സ്വന്തം വാക്കല്ല ഉപയോഗിക്കുന്നത്. യെശയ്യാവ് 58-4 വാക്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? നോമ്പ് നോക്കും. ഉയരത്തിൽ കേൾക്കാനായിരിക്കണം ദൈവജനം എന്ത് ചെയ്യേണ്ടിയേ? പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥന ആര് കേൾക്കണം? ദൈവം കേൾക്കണം. നഥനയേലിനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ കപടമില്ല. പ്രാർത്ഥനാ സമയത്തിൽ ബാക്കി എല്ലാവരും തെരുക്കോണുകളിൽ നിന്ന് ഞാൻ കണ്ടോ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഞാനും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നഥനയേലോ താൻ ആഗ്രഹിച്ച പ്രാർത്ഥന എന്താണ്? എന്നെ ആര് കണ്ടാൽ മതി? എന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രം എന്നെ എന്ത് ചെയ്താൽ മതി? കണ്ടാൽ മതി. അവൻ ഓടി ഇലകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്ന ഒരു അത്തിയുടെ ചോട്ടിൽ എന്ത് ചെയ്തു? മറഞ്ഞിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശു അവന്റെ അടുക്കൽ വരുമ്പോൾ, നീ അത്തിയുടെ കീഴിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ അത്തിയുടെ കീഴിലിരുന്ന് നഥനയേൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആരുടെ ചെവിയിലാണ് എത്തിയത്? യേശുവിന്റെ ചെവിയിലാണ് എത്തിയത്. യേശു വന്ന് ഫിസിക്കൽ ബോഡിയിലാണ് ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നത്? ആയിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്തിയുടെ ചോട്ടിൽ ആരും കാണാതെ മറഞ്ഞിരുന്ന നഥനയേൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവത്തിന്റെ ചെവിയിൽ എത്തി എന്ന് പറയുമ്പോൾ, ദൈവം ഫിസിക്കൽ ബോഡിയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ ചെവിയിൽ അത് എത്തിയത് കൊണ്ടാണ് യേശു പറഞ്ഞത്, അത്തിയുടെ കീഴിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്തു? കണ്ടു എന്ന് പറഞ്ഞ്. യേശു ഫിസിക്കലി നഥനയേൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തെങ്ങും യേശുവില്ല. പക്ഷെ യേശു അവനെ എന്ത് ചെയ്തു? കണ്ടു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അധിവസിച്ചിരുന്ന യേശു ആ പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കണ്ടു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആര് കേൾക്കണം? ആര് കാണണം? ദൈവം കേൾക്കണം, ദൈവം കാണണം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് നോക്കുന്നത്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഇഷ്ടമുള്ള നോമ്പും
മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നു ഉപവാസം. തലയെ വേഴത്തെ പോലെ കുനിയിച്ചു കൊണ്ട് ഇരുന്ന് ഉപവസിക്കുന്നതാണോ പ്രാർത്ഥന? രട്ടെടുത്തുകൊണ്ട് വെണ്ണീരിൽ വിരിച്ച് കിടന്ന് ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നതാണോ പ്രാർത്ഥന? അതിലാണോ ദൈവം പ്രസാദിക്കുന്നതെന്നാണ് ദൈവം ചോദിക്കുന്നത്. ഇതിനാണോ നീ എന്ത് ചെയ്യുന്നത്? നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. എന്നിട്ട് അടുത്ത് പറയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കണം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ദൈവസഭയുടെ പ്രാർത്ഥനയിൽ, വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥനയിൽ, അവരുടെ ഉപവാസങ്ങളിൽ പൈശാചിക ശക്തികൾ വ്യക്തി ജീവിതങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥന ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മക്കൾ ഉപവസിക്കുമ്പോൾ ആ ഉപവാസത്തിന്റെ ശക്തിയിൽ അന്യായമായ പൈശാചിക ബന്ധനങ്ങൾ അഴിയണം. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസം. നുകത്തിന്റെ അമിക്കയറുകളെ എന്ത് ചെയ്യുക? അഴിച്ചു കളയണം. നുകത്തിന്റെ കീഴിൽ വെച്ച് പിശാചി ചില വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യുന്നു? തല പൊക്കാൻ പറ്റാത്ത രീതിയിൽ നുകത്തിന്റെ കീഴിൽ വെച്ച് എന്ത് ചെയ്യുകയാണ്? കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഭ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭ ഉപവസിക്കുമ്പോൾ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ നുകത്തിന്റെ കീഴിൽ കെട്ടിവെച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അഴിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ളതായിരിക്കണം പ്രാർത്ഥനയും ഉപവാസവും. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാം. പിശാച് ജനത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? പീഡിപ്പിച്ച് എന്തിരിക്കുകയാണ്? അവന്റെ ആത്മമണ്ഡലത്തെ മുഴുവനും തകർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തകർന്നിരിക്കുന്നവരെ വിടിവിക്കുന്നതായിരിക്കണം എന്ത്? പ്രാർത്ഥന. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നതാണ്, ഇവർക്ക് പിന്നെയും കിട്ടിയിട്ടും എന്ത് ചെയ്യുന്നില്ല, മതിയാവത്തുള്ളൂ, ഇനിയും തരണേ എന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിച്ച് ഉപവസിക്കുന്നത്. അതല്ല ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ വിടിവിക്കപ്പെടണം, മറ്റുള്ളവരുടെ ബന്ധനങ്ങൾ അഴിയപ്പെടണം, അവരുടെ മേലിരിക്കുന്ന നുകങ്ങളും നുകക്കയറുകളും അറ്റുപോകണം, അന്യായ ബന്ധനങ്ങളെല്ലാം അറ്റുപോകണം. എല്ലാ നുകത്തെയും എന്ത് ചെയ്യണം? തകർത്ത് കളയുന്ന രീതിയിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവം വ്യക്തി ജീവിതങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം, ഇതല്ലോ എനിക്ക് പ്രസാദമുള്ള ഉപവാസം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ ഉപവസിച്ച്, ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ആയിരുന്നു കൊണ്ട് വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലിരിക്കുന്ന പോരാട്ടങ്ങൾ അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൽ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കും. രോഗാത്മാക്കൾ വിട്ടുപോകുമ്പോൾ, ആ നുകക്കയറുകളെ അറുത്ത് കളയുമ്പോൾ ദൈവം പ്രസാദിക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഉപവസിക്കും. രണ്ടാമത് പറയുന്നത്, ഇത് ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇത് ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ നടക്കുന്ന കാര്യം ഏതാണ്? അന്യായ ബന്ധനങ്ങൾ അഴിക്കുക ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ്. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക ആത്മമണ്ഡലത്തിൽ നടക്കുന്ന വിഷയമാണ്. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ്. നുകങ്ങളെ തകർത്തെറിഞ്ഞു കളയുക ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യമാണ്. അടുത്ത് പറയുന്ന കാര്യം എന്താണ്? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗമികമായ നന്മയിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? നുറുക്കി കൊടുക്കുവാൻ കഴിയണം. ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, വിശന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും പലരും എന്താണ്? വിശന്നിരിക്കുന്നവരാണ്. ആ ആശ്വാസത്തെ കൊടുക്കുവാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയത്തെ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. നമുക്കുള്ള ആരോഗ്യത്തെ ചെലവഴിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. നമുക്കുള്ള സമ്പത്തിനെ എന്ത് ചെയ്യാൻ കഴിയണം? ചെലവഴിക്കാൻ കഴിയണം. ദൈവം പറയുകയാണ്, ഉപവാസത്തിന്റെ ഭാഗം എന്താണ്? ഭൗമികമായ നന്മകളും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിയണം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും അവർക്ക് നമുക്ക് എന്ത് ചെയ്യണം? അഭയം കൊടുക്കുവാൻ എന്ത് ചെയ്യണം? കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയിലേക്ക് ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, അന്ത്യകാലത്തിലോ കർത്താവിന്റെ വരവിലോ വിളിക്കപ്പെട്ടവർക്ക് അനേകരായിരിക്കും. എന്നാൽ അവരൊന്നും വിളിച്ച ആ വിരുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാതിരുന്നപ്പോൾ വഴിയിൽ കണ്ട അനാഥരെയും മറ്റ് മുടന്തരെയും അവരെയും ഇവരെയും എല്ലാവരെയും വിവാഹ സദ്യക്ക് എന്ത് ചെയ്യുന്നു? വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഉള്ളവരെടുക്കും. അങ്ങനെ അലഞ്ഞു നടക്കുന്നവരെ നമ്മൾ ദൈവത്തിന്റെ സത്രമായ ദൈവസഭയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? കൂട്ടിച്ചേർക്കാൻ കഴിയണം. ഇതൊക്കെ ഒരു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? ഇതാണ് എന്ത്? ഉപവാസത്തിൽ നമ്മൾ
ചെയ്യേണ്ടിയ കാര്യങ്ങൾ. നമ്മൾ നമ്മെ തന്നെ മറയ്ക്കാതെ, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതല്ലോ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ഉപവാസവും ഉപവാസത്തിന്റെ പ്രവൃത്തികളും പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ഈ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ എന്ത് ചെയ്യും? അതുവരെയും ഇരുട്ടിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഇരിക്കത്തുള്ളൂ. പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഈ മേളി പറഞ്ഞ കാര്യങ്ങൾക്കൊത്തവണ്ണം ജീവിതത്തിൽ അതിന്റെ ഫലങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നിന്റെ പ്രകാശം ഉദിച്ചു വരും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. എന്റെ മുറിവ് ദൈവമേ പൊറുപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയേക്കാൾ മറ്റുള്ളവരുടെ മുറിവുകളെ നമ്മൾ കെട്ടാൻ തയ്യാറാണെങ്കിൽ, മറ്റുള്ളവരുടെ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടിവിപ്പാൻ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഉപവാസത്തോടുകൂടി അവരെ വിടിവിക്കുന്നുണ്ടെങ്കിൽ, നുകക്കയറുകളെ അറുത്തു മാറ്റി അവരെ വിടിവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ നുകങ്ങളെയും ഒടിച്ചു കളയുന്നുണ്ടെങ്കിൽ, ദൈവം നമുക്ക് നൽകുന്ന നന്മകളിൽ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ ഇടയാകുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. എന്താണ് നിന്റെ നീതി? ഇവിടെ നേരത്തെ വായിച്ചു, മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന നന്മകൾ. അല്ലെങ്കിൽ ഒരുപക്ഷെ പല വിമർശനങ്ങളും എന്ത് ചെയ്യും? ഉണ്ടാകുമായിരിക്കും. പക്ഷേ നീ ചെയ്യുന്ന ആ പ്രവൃത്തി നിനക്ക് മുൻപായി എന്ത് ചെയ്യും? നടക്കും. നിനക്ക് മുൻപായി നീ ചെയ്ത പ്രവൃത്തികൾ മുൻപായി, അല്ലെങ്കിൽ മുൻപിലേക്ക് തന്നെ നീ ചെയ്യുന്ന പ്രവൃത്തികൾ തുടർന്നും ചെയ്യുവാൻ ദൈവം എന്ത് ചെയ്യും? അനുവദിക്കും. മാത്രമല്ല, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ, ഉപവസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ പൈശാചിക മണ്ഡലത്തിലുള്ള സകല ബന്ധനങ്ങൾക്ക് മകളിലും ജയമെടുക്കുവാനുള്ള അധികാരം ഉണ്ടാകും. ഭൗമികമായി ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ മറ്റുള്ളവരുടെ വിശപ്പടക്കുവാനും, അവർക്ക് നഗ്നനെ ഉടുപ്പിക്കുവാനും, ജഡരക്തങ്ങളോ ആയിരിക്കുന്നവർക്ക് നമുക്ക് നമ്മളെ തന്നെ മറയ്ക്കാതെ വണ്ണം അവർക്കും ചില നന്മകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അത് തുടർന്നും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ യഹോവ എന്ത് ചെയ്യും? ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു ശബ്ദം പ്രവചനാത്മാവിൽ യെശയ്യാവിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതാ വരുന്നു എന്നുള്ള ഒരു ശബ്ദം നീ കേൾക്കും. ചെയ്യാനുള്ള കാര്യങ്ങളോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ തക്കവണ്ണം ഞാൻ ഇതാ വരുന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസാണ്. ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും, വിശപ്പുള്ളവനോട് താല്പര്യം കാണിക്കുകയും, കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. തൊട്ടടുത്ത് പറയുന്ന കാര്യവും, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യയോഗ്യമെന്നും പറയുകയും, നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രോമിസാണ് ഇവിടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതെ, കഷ്ടതയിലിരിക്കുന്നവനോട്, വിശന്നിരിക്കുന്നവനോട് നീ താല്പര്യം കാണിക്കുന്നവന്, കഷ്ടതയിലിരിക്കുന്നവന് നിന്റെ പ്രാർത്ഥന അവന് ആത്മീയ സംതൃപ്തി വരുത്തുന്നുണ്ടെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കാം.
നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. ഏതൊരു സാഹചര്യത്തിന്റെ മധ്യത്തിലും ദൈവം തന്റെ ബലമുള്ള കരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ, ഉപവസിക്കുന്ന ഒരു ദൈവ പൈതലിനെ വരണ്ട നിലത്തിലും ദൈവം നിന്റെ വശപ്പടക്കേ. നമ്മുടെ പലവിധമായ വിഷയങ്ങളും ആവശ്യങ്ങളുടെ മധ്യത്തിൽ എത്ര വരൾച്ചയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവം തന്റെ മഹത്വത്തിൽ ദൈവം മുൻപിലേക്ക് വഴി നടത്തും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ആ കാര്യാദികൾ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം, നരിയാണികൾ തെറ്റിപ്പോകാതെ വണ്ണം, കാൽ വഴുതി പോകാതെ വണ്ണം അസ്ഥികളെ ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കാൽച്ചുവടുകളെ വയ്പാൻ. ഞാൻ ഈ പറയുന്നത് ആത്മീയമായി ചിന്തിക്കേണ്ട കാര്യം കൂടെയാണ്. അല്ലാതെ ഭൗമികമായി നമുക്ക് ലഭിക്കുന്ന അസ്ഥിക്ക് ബലം കിട്ടിയാലൊന്നും ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അസ്ഥികൾ എന്തിനാണ് അർത്ഥമാക്കുന്നത്? നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ രൂപത്തെയാണ്. ദൈവം നമുക്ക് നൽകുന്ന വർഷത്തിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരു രൂപം ദൈവം വച്ചിട്ടുണ്ട്. ആ രൂപത്തെ വിരൂപമാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ രൂപം, അതിനെ കെടുത്തിക്കളയുവാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ആ അസ്ഥികളെ ദൈവം എന്ത് ചെയ്യുന്നു? ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്താവിന് വേണ്ടി ഉപവസിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രയത്നിക്കുന്ന കർത്താവിന്റെ വേലക്കാര് ഈ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടിട്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരെ ഞാൻ എന്റെ വേലയ്ക്കായി വേർപെടുത്തിയെടുക്കുന്നു. കർത്താവിന്റെ വേലയിലേക്ക് ചില ആത്മാക്കളെ വേർപെടുത്തിയെടുത്തുകൊണ്ട് കർത്താവിന്റെ ധീരമായ സുവിശേഷ വേലക്കാരെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് കടന്നുപോയി സുവിശേഷ വേല ചെയ്ത് ആ ദേശം മുഴുവനും പിടിച്ചെടുത്തതുപോലെ ചില ആത്മാക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേർപെടുത്തിയെടുത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.